ദേശീയപാതയിൽ കരൂർ പായൽക്കുളങ്ങരയിൽ അടിപ്പാതയോ ഉയരപാതയോ ആവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തിവരുന്ന സമരം ശക്തമാക്കി. പായൽക്കുളങ്ങരയിൽ പന്തൽ കെട്ടി റിലേ നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ട് 9 ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഹൈവേ അതോറിറ്റി ഒരിടപെടലും നടത്തുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാകുന്നു. ദേശീയപാത വീതി കൂട്ടുമ്പോൾ പ്രദേശത്തെ രണ്ടായി കീറിമുറിക്കുന്നതിന് പരിഹാരമായി അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കണമെന്നും നീതിപൂർവമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് വിവിധ സാമൂഹിക, സാമുദായ, സാംസ്കാരിക സംഘടനകളും വ്യാപാരികളും ജനങ്ങളും ഉൾപ്പെട്ട ജനകീയ സമിതി സമരം ചെയ്യുന്നത്. പ്രശ്നത്തിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിർമ്മാണം തടസ്സപ്പെടുത്തി റിലേ നിരാഹാരം തുടങ്ങാൻ സമിതി തീരുമാനിച്ചത്. ഞങ്ങൾ മരിക്കുന്നതിന് സമമായ രീതിയിലാണ് ഞങ്ങൾക്ക് ഈ അറിയിപ്പ് കിട്ടുക. ഞങ്ങൾക്കിവിടെ അടിപ്പാതയില്ല, അല്ലെങ്കിൽ ഒരു മേൽപ്പാലമില്ല എന്നൊരു അറിയിപ്പ് കിട്ടുന്നത്. അതോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് മുന്നോട്ടിറങ്ങിയത്. കരാർ കമ്പനിയുടെ മാനേജർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. തുടർന്നാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയും സമിതി ചെയർമാനും ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിയത്. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തോടുള്ള അവഗണനയാണിത്. മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിനായി കടലിൽ പോകാൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട സ്ഥിതിയാണെന്നും സമിതി ജനറൽ കൺവീനർ MD മധു പറഞ്ഞു. ഉയരപ്പാതയായിരുന്നു കടലുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും അഭികാമ്യം. അത് ചെയ്തില്ല. ഇനിയെങ്കിലും അടിപ്പാത നിർമ്മിച്ച് ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ കഷ്ടതയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് ജനകീയ സമിതിക്ക് ആവശ്യപ്പെടാനുള്ളത്. ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിൽ അടിപ്പാതകൾ തമ്മിലുള്ള ദൂരം 1/2 കിലോമീറ്റർ മുതൽ പരമാവധി 2.5 കിലോമീറ്റർ വരെയാണെങ്കിൽ പുറക്കാടിനും അമ്പലപ്പുഴയ്ക്കുമിടയിൽ 4 കിലോമീറ്ററും പുറക്കാടിനും ഒറ്റപ്പനയ്ക്കുമിടയിൽ 3 കിലോമീറ്ററുമാണെന്നും സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് ജനകീയ സമരസമിതി. ഒരു ജനതയുടെ ആകെ ജീവിത സമരമാണിത്. അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ സമരവുമായി മുന്നോട്ട് പോകുന്നത്. പായൽക്കുളങ്ങരയിൽ നിന്നും ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. വിഷയത്തിൽ ജനകീയ സമരസമിതിക്കും പഞ്ചായത്ത് അംഗങ്ങൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പ്രതികരണത്തിലേക്ക്. ജനങ്ങളില്ലെങ്കിൽ വികസനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അധികാരികൾ പറഞ്ഞു ലിഫ്റ്റ് ഇട്ട് അപ്പുറത്തൂടെ ഇറക്കാമെന്ന്. ഈ സുനാമി വരുമ്പോൾ തന്നെ കറണ്ട് എവിടെ പോയി? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ വികസനം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ കൊന്നുകൊണ്ടുള്ള വികസനം ഇവിടെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ നേടിയിട്ട് ഇതിൽ നിന്ന് പിന്നോട്ടുള്ളൂ. ഞങ്ങൾ ദുരന്തത്തിലാണ്. ഇവിടെ ഇങ്ങനൊരു അടിപ്പാത ഉണ്ടാക്കി തരിക എന്നുള്ള സമരത്തിനെ ന്യായമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളെ ഈ ആളുകളെ മുഴുവൻ ഈ മണലിലിട്ടങ്ങ് മൂടിക്കളയുന്നതായിരിക്കും നല്ലത്. അത്ര കണ്ട് സഹനമാണ് ഈ സമരത്തിലൂടെ കാണിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായാൽ പോലും അവരെ ഒന്ന് ഓടി വന്ന് രക്ഷിക്കുവാനോ കഴിയാത്തൊരു സാഹചര്യം. ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വികസനത്തെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആത്യന്തികമായി തന്നെ പറയാം, ഈ സമരത്തിൻ്റെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ വരികയും അതിൽ ഞങ്ങൾക്ക് ജീവൻ നൽകേണ്ടി വന്നാൽ ജീവൻ നൽകി തന്നെ ഈ സമര പോരാട്ടത്തിൻ്റെ പാതയിൽ അണിനിരക്കുമെന്നാണ് പറയാനുള്ളത്. ഇവിടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ 9-10 കിലോമീറ്റർ വരുന്ന ഭാഗത്ത് 8-7 അടിപ്പാതകൾ കൊടുക്കുമ്പോൾ ഈ 10 കിലോമീറ്റർ ദൂരം വരുന്ന പുറക്കാട് പഞ്ചായത്തിന് വരുന്ന 2 അടിപ്പാത മാത്രമാണുള്ളത്. തീരദേശത്തെ ജനതയ്ക്ക് തൊട്ട് കിഴക്കൻ പ്രദേശത്തേക്ക് പെട്ടെന്ന് മാറുന്നതിന് വളരെ ബുദ്ധിമുട്ടായി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അജയ്നാഥ് നൽകും. അജയ്, ഈ ജനകീയ സമരസമിതി നടത്തിവരുന്ന സമരം ശക്തമാക്കിയിരിക്കുകയാണ്. നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയിട്ട് 9 ദിവസങ്ങൾ കഴിയുന്നു എന്നുള്ളതാണ്. അധികാരികളുടെ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഈ സമരസമിതി പഞ്ചായത്ത് അംഗങ്ങളൊക്കെ പറയുന്നത് എന്താണ്? അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് അജയ്നാഥ്? അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു പഞ്ചായത്തിലെ ജനങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 50,000-ഓളം വരുന്ന ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം. ഇവരുടെ ആവശ്യം അടിപ്പാതയോ ഉയരപ്പാതയോ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ അടിപ്പാത നിർമ്മാണം നടക്കും എന്ന ഹൈവേ അതോറിറ്റി സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് ആ നിലപാട് മാറ്റുന്ന സാഹചര്യമുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ സമരവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുള്ളത്. ഇവരെ സംബന്ധിച്ച് ഉയരപ്പാത നിർമ്മിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ള കാര്യം. തീരദേശ മേഖല കൂടിയാണ്. മുൻപ് സുനാമി ഉൾപ്പെടെ കടൽക്ഷോഭങ്ങൾ ഉൾപ്പെടെ കണ്ട ജനത കൂടിയാണ്. അതിനാൽ തന്നെ ഉയരപ്പാതയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും. പക്ഷേ കൃത്യമായൊരു ഇടപെടൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇന്ന് സമരം 9ാം ദിനത്തിലേക്ക് നീളുകയാണ്. റിലേ നിരാഹാര സമരവുമായിട്ടാണ് ഈ ജനങ്ങളാകെ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോകും എന്നാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത്.
ഇവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ മരണം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സമരസമിതി ഉള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്കും ഇവർ കടക്കും എന്നാണ് അറിയിക്കുന്നത്. ശരി, എന്തായാലും അജയ്നാഥ് സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലേക്കാണ് ഈ സമരസമിതി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വിവരങ്ങളാണ് അജയ്നാഥ് നൽകിയത്.